അല്ലെങ്കിൽ നേരം വൈകി നിൽക്കുമ്പോൾ ബസ്സിനെ നോക്കിയാൽ ബസ്സിനെ കാണൂല. ഞാൻ ഇവിടെ നിന്നിട്ട് ആ സൈഡിലേക്ക് ഇപ്പോൾ 2 ബസ് പോയി, ഇങ്ങോട്ടൊരൊറ്റ ബസ് പോലും വരുന്നില്ല. ഇത്രയും ഇതിലിപ്പോൾ അങ്ങോട്ടാ പോകണമെന്നല്ല. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാട്ടോ. അങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ബസ്സൊക്കെ കിട്ടി. ഇന്ന് വെയിറ്റ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സ് അവിടെ 1 മണിക്കൂറായിട്ട് നിൽക്കണം. ഞാൻ ഇപ്പോഴും എത്തിയിട്ടില്ല. ഞാൻ മാത്രമല്ല ഒരാളും കൂടി എത്താനുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു ചെറിയ സമാധാനം. അങ്ങനെ ഈ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് ഇവിടെ നിന്ന് വേറെ ബസ് കയറിയിട്ട് വേണം. ഇവിടെ ഞാൻ കുറേ നേരം നോക്കി നിന്നിട്ട് എനിക്ക് പോകാനുള്ള സ്ഥലത്തേക്കുള്ള ബസ് വന്നില്ല. പിന്നെയാണ് ഞാനത് മനസ്സിലാക്കിയത്, ഇവിടെ നിന്നാൽ എനിക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ് കിട്ടൂല, ആ സ്റ്റാൻഡിൻ്റെ പുറത്ത് വേണം നിൽക്കാൻ. അപ്പോൾ ഞാൻ വേഗം പുറത്ത് പോയി നിന്ന് അപ്പം തന്നെ ബസ് കിട്ടിയിട്ടോ. അങ്ങനെ അപ്പോൾ കുറച്ച് സമയം ലേറ്റായി. അങ്ങനെ ആകെ മൊത്തം ലേറ്റായി. 11 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേന് 1 മണിയായി. 2 മണിക്കൂറായിട്ട് ഒരു വെയിറ്റ്. അവർക്ക് സമ്മതിക്കും വേണം. ഞാനാണെങ്കിൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ തന്നെ ഒരു 150 വട്ടം വിളിച്ചേക്കും, എന്താ വരാത്ത, എവിടെ എത്തി ചോദിച്ചിട്ട്. ഇവരാണെങ്കിൽ വിളിച്ചോണമില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചേക്കാണ്, ഞാൻ എത്താനായി അപ്പോൾ വരും പറഞ്ഞുകൊണ്ട് ഓല് വിളിച്ചു. അങ്ങനെ അവിടെ എത്തി കുറേ സംസാരിച്ച് പിന്നെ ഓളമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി കേട്ടോ. ബിരിയാണി, നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ ഇങ്ങോട്ട് പോരുകയാണ്. അവിടുന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇങ്ങോട്ട് പോരുമ്പോഴാണ് വീഡിയോ. ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആയിക്കണം ഇറങ്ങിയപ്പോൾ കേട്ടോ. അപ്പോഴാണെങ്കിൽ നല്ല മഴ മൂടി നിൽക്കണം. ഞാനാണെങ്കിൽ വീഡിയോ ഒന്നും എടുത്തിട്ട് ശരിയാവണില്ല കേട്ടോ. ബസ്സിലൊക്കെ ഫോട്ടോ എടുത്തൊന്നും ശരിയായിട്ടുണ്ടാവില്ല. ഞാൻ പിന്നെ അങ്ങനെ എടുത്തതാണ്. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക, നമ്മൾ ആദ്യമായിട്ടല്ലേ, നമ്മൾ വലിയ യൂട്യൂബറൊന്നും. അന്തരീക്ഷമൊക്കെ കണ്ടിട്ട് ഒരു 5 മണി 6 മണിയായ ഫീൽ ഉണ്ട് കേട്ടോ. മഴ മൂടി അത്രയൊന്നും ആയിട്ടില്ല. അങ്ങനെ നടന്നു വരുന്ന വൈക്കൊരു ജ്യൂസും കട കണ്ടപ്പോൾ അവിടെ കയറി കേട്ടോ. ഞാൻ പണ്ട് ഇങ്ങോട്ട് വന്നിക്കണം, കുറേ മുമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നിക്കണം. ഓൾക്ക് രണ്ടാൾക്കും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ആട്ടോ കുടിച്ചത്. ഞങ്ങൾ ഇപ്പോൾ ബിരിയാണി തിന്ന് ഇറങ്ങിയിട്ടുള്ളതിനും അതുകൊണ്ടാണ് ഓൾക്ക് വേണ്ട പറഞ്ഞത്. ഞാൻ പിന്നെ എനിക്ക് പിന്നെ അങ്ങനെ ഒന്നുമില്ല, ഇപ്പോൾ ബിരിയാണി തിന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ആ മുമ്പ് പോകണോൾക്ക് ബസ് ലേറ്റ് ആവുന്നുണ്ട്, 4:45 ബസ് എന്നും പറഞ്ഞോള് വേഗം. അപ്പോൾ പിന്നെ ഞങ്ങളൊരു ഓട്ടോ വിളിച്ചാണ്ട് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അങ്ങനെ അവിടെ എത്തി. ഓള് വേഗം ആണെങ്കിൽ എൻ്റെ സ്ഥലത്തേക്കുള്ള ബസ് ഏതാണെന്ന് അറിയില്ല, അതാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് എനിക്ക് ബസ് കയറ്റി വിട്ടിട്ടാട്ടോ ഓള് പോയത്. ഞങ്ങൾ കുറേ നേരം ബസ് നോക്കി നിന്ന്. ഈ മുമ്പിൽ നിർത്തിയിട്ട് ഒരു ബസ് ഉണ്ടായിനി, അത് എനിക്ക് പോകാനുള്ള ബസ്. എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ആ ബസ്സിലല്ല പോയത്. കഴിഞ്ഞിട്ട് കുഞ്ഞും കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാട്ടോ ബസ് മനസ്സിലായത്. അങ്ങനെ ബസ്സിൽ കയറിയിട്ടാട്ടോ പിന്നെ മയക്കം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.